നിങ്ങൾ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 80-90 വയസ്സായാലും പലരും ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. ദീർഘകാല പ്രസംഗങ്ങൾ, യാത്രകൾ, മീറ്റിങ്ങുകൾ, ചർച്ചകൾ, പൊതുപരിപാടികൾ, എന്നാലും സാധാരണ ആളുകളെക്കാളും കൂടുതൽ എനർജി ഉള്ളതുപോലെ തോന്നും. ഇതിന്റെ പിന്നിൽ ചില സൈക്കോളജിക്കൽ, മെഡിക്കൽ, ലൈഫ് സ്റ്റൈൽ കാരണങ്ങളാണ്. ഫസ്റ്റ് റീസൺ നിരന്തരമായിട്ടുള്ള മെന്റൽ ആക്ടിവിറ്റി. രാഷ്ട്രീയത്തിൽ സ്ഥിരമായി വായന, ചർച്ച, ഡിബേറ്റ്, മീഡിയ പ്രതികരണം, ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ എന്നിവ ഉണ്ടാവും. മെഡിക്കൽ സ്റ്റഡീസ് പ്രകാരം സോഷ്യലി, മെന്റലി ആക്റ്റീവായിട്ടുള്ള ആളുകൾ ഏജിങ് സ്ലോ ആകാനും ബ്രെയിൻ ഫംഗ്ഷൻ കൂടുതൽ നാൾ നല്ല നിലയിൽ നിലനിൽക്കാനും സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാരണം, പല രാഷ്ട്രീയക്കാരും ഓരോ ദിവസവും എന്നെ ആളുകൾക്ക് വേണം എന്നൊരു ഫീലിങ്സോട് കൂടിയാണ് ജീവിക്കുന്നത്. സൈക്കോളജി പ്രകാരം ജീവിതത്തിൽ പർപ്പസ് ഉള്ള ആളുകൾക്ക് മോട്ടിവേഷനും എനർജിയും കൂടുതലായി. മൂന്നാമത്തെ കാരണം, അഡ്രിനാലിൻ ആൻഡ് പബ്ലിക് എനർജി. ജനക്കൂട്ടം, പ്രസംഗം, മീഡിയ ശ്രദ്ധ, പവർ, പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇവ ബ്രെയിനിൽ അഡ്രിനാലിൻ, ഡോപ്പമിൻ പോലുള്ള ഹോർമോൺസ് കൂടുതലായി റിലീസ് ചെയ്യാനായിട്ട് കാരണമാണ്. അതുകൊണ്ട് അലേർട്ട്നെസ്, കോൺഫിഡൻസ്, എനർജി വർദ്ധിക്കുകയും ക്ഷീണം താൽക്കാലികമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് മണിക്കൂറുകളോളം യാത്ര ചെയ്താലും സ്റ്റേജിൽ കയറുമ്പോഴും അവർ ഫുൾ എനർജറ്റിക് ആയിട്ട് തോന്നുന്നു. നാലാമത്തെ കാരണം, ഹെൽത്ത് കെയർ, റെഗുലർ ചെക്കപ്പ്, ഏർലി ട്രീറ്റ്മെന്റ്, സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ, ബെറ്റർ പ്രിവെന്റീവ് കെയർ എല്ലാം വളരെ വേഗത്തിൽ അവർക്ക് ലഭിക്കും. സാധാരണ ആളുകൾ പലപ്പോഴും BP, ഡയബറ്റിസ്, ഹാർട്ട് ഇഷ്യൂ തുടങ്ങിയവ ഇയേഴ്സായി ഇഗ്നോർ ചെയ്യും. വർക്ക് സ്ട്രെസ്, മണി ഇഷ്യൂ, ടൈം ഇല്ലായ്മ എന്നിവയാണ് കാരണം. ഇത് കൂടാതെ രാഷ്ട്രീയക്കാർ എപ്പോഴും ആളുകൾക്കിടയിലാണുള്ളത്. ഉദ്ഘാടനങ്ങൾ, വീട് വിസിറ്റ് ചെയ്യുക, ഫ്യൂണറൽ ഫംഗ്ഷൻസ്, പൊതുപരിപാടികൾ, മീറ്റിംഗ്സ്, ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സോഷ്യൽ കണക്ഷൻസ് അവരെ മെന്റലി ആക്റ്റീവ് ആക്കുന്നു. അത് മാത്രമല്ല, പൊളിറ്റിക്സിൽ വീക്കായി കാണപ്പെടുന്നത് നെഗറ്റീവ് പെർസെപ്ഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് ടയേർഡ് ആയാലും അവർ കോൺഫിഡൻസ് ആയി അല്ലെങ്കിൽ ആക്റ്റീവായി അപ്പിയർ ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നു.